അംബാല വ്യോമസേനാ താവളത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയാണ്. രാഷ്ട്രപതി റാഫേൽ യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുമെന്ന് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. ദ്രൗപദി മുർമു അല്പസമയത്തിനകം ഈ റഫാൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യും. അല്പസമയം മുമ്പാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംബാലയിലെ വ്യോമസേനാ താവളത്തിൽ എത്തിച്ചേർന്നത്. അവിടെ എത്തിയ രാഷ്ട്രപതിയെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. തുടർന്ന് രാഷ്ട്രപതി ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമായിരിക്കും രാഷ്ട്രപതി റഫാൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുക. ഇത് രണ്ടാം തവണയാണ് രാഷ്ട്രപതി വ്യോമസേനയുടെ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. നേരത്തെ 2023 ഏപ്രിൽ 8 രാഷ്ട്രപതി സുഖോയ് 30 MKI യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു. റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഫ്രാൻസിൽ നിന്നും എത്തിയ ആദ്യ ബാച്ച് വിമാനങ്ങൾ അത് വിന്യസിച്ചിരിക്കുന്നത് അംബാലയിലെ ഗോൾഡൻ ആരോസ് എന്ന സ്ക്വാഡ്രണിലാണ് ഈ സന്ദർശനം നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി ഈ റഫാൽ യുദ്ധവിമാനത്തിൽ പറക്കും. ഈ ചരിത്രപരമായ ഒരു മുഹൂർത്തം കൂടിയാണ് ഇത് എന്ന് വിശേഷിപ്പിക്കാം. രാഷ്ട്രപതിയുടെ ഈ റഫാൽ യുദ്ധവിമാനങ്ങളിലുള്ള പറക്കലിനെ നേരത്തെ മുൻ രാഷ്ട്രപതിമാരായ APJ അബ്ദുൽ കലാം, പ്രതിഭ പാട്ടീൽ എന്നിവർ യുദ്ധവിമാനത്തിൽ പറന്നിട്ടുണ്ട്. അത് സുഖോയ് 30 യുദ്ധവിമാനങ്ങളിലായിരുന്നു ഇരുവരും നേരത്തെ യാത്ര ചെയ്തിട്ടുള്ളത്. റഫാൽ യുദ്ധവിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അഭിമാനമായി ഏറ്റവും പുതിയ, ഏറ്റവും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളുള്ള യുദ്ധവിമാനമാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ. ഈ വിമാനങ്ങൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനിൽ മാരക പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞ യുദ്ധവിമാനങ്ങളാണ്. അതിലൂടെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ യുദ്ധവിമാനങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രപതി ഈ ഗോൾഡൻ ആരോ സ്ക്വാഡ്രൺ സന്ദർശിക്കുന്നതും റഫാൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നതും. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.